ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അത് നമ്മൾ നിങ്ങളുടെ കൂടെ ഒരു സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇന്നലെ നമുക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മഴ, കോവിഡ് തിരിച്ചു വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തിരിച്ചു വരികയാണ്. ആദ്യമായിട്ട് ഇതുപോലത്തെ സ്ഥാനം വരുമ്പോൾ പലതും വരുമല്ലോ. അപ്പോൾ അങ്ങനെ വിജയവും തിരിച്ചു വരുന്നു. അപ്പോൾ ആ സന്തോഷം പങ്കിടാനാണ് നമ്മൾ ഇന്നൊരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ വെച്ചത്. അപ്പം ഇങ്ങനൊരു സിനിമ സ്വാഭാവികമായിട്ടും മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു ക്രൈസിസ് എല്ലാവർക്കും അറിയാമല്ലോ. കാരണം തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല, അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സിനിമയുടെ നമ്പർ ഓഫ് സക്സസ് റേറ്റ് വളരെയധികം കുറഞ്ഞു വരുന്നൊരു കാലത്ത് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ഇൻഡസ്ട്രി മുന്നോട്ട് നിലനിന്ന് പോകാനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ ഇറങ്ങിയ ബാക്കിയുള്ള സിനിമകളൊക്കെ തന്നെ നന്നായി ഓടുന്നു അറിയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇങ്ങനെ മഴയും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ, കാരണം നമ്മളിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്നലെ ഇന്നുമായിട്ടുള്ള നൈറ്റ് ഷോസും ഡേ ഷോസൊക്കെ നമുക്ക് ഹൗസ്ഫുള്ളാണ്. ഓൾമോസ്റ്റ് ഓൾ കേരള നമുക്ക് ഹൗസ്ഫുൾ ഷോസ് ഉണ്ട്. അപ്പം എന്തായാലും ഈ സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നു. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ഏറ്റവും സക്സസ് റേറ്റുള്ള ബാനറാണ് മലയാളത്തിൽ. അപ്പോൾ അവർ നമ്മളെ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിയോഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. ഇന്ദ്രനീലും രാഹുലുമാണ് ഡയറക്ടേഴ്സ്. നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരുടെ ആദ്യത്തെ സിനിമ അവരിതിനു മുന്നേ ആരുടെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ചേച്ചി സംബന്ധിച്ചിടത്തോളം ചേച്ചിയുടെ ഒരു ധൈര്യം കഴിഞ്ഞ ദിവസം ആരോ ചേച്ചിനോട് ചോദിക്കുകയും ചെയ്തു, പുതിയ സംവിധായകർ നമ്മളെപ്പോലത്തെ ഒരാൾ നടൻ, അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് ചേച്ചി ഇറങ്ങി പുറപ്പെടുന്നത് ചോദ്യം വരും. അപ്പോൾ ചേച്ചി അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ചേച്ചിയുടെ ധൈര്യം നമ്മളിവിടെ ഇതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്തായാലും സന്തോഷം, ഒരുപാട് സന്തോഷം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ വന്ന റിവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമൽ ഓഡിയൻസിൻ്റെ ഒപ്പീനിയൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ എബോവ് ആവറേജിന് മുകളിൽ, അല്ലെങ്കിൽ വെരി ഗുഡ് എബോവ് ആവറേജ് എന്നുള്ളതൊക്കെ തന്നെയാണ് നമുക്ക് വന്ന് കിട്ടിയ അഭിപ്രായങ്ങളെല്ലാം തന്നെ. അപ്പം ഇന്നത്തെ കാലത്ത് ഒരു വാച്ചബിൾ അല്ലെങ്കിൽ പാസബിൾ എന്ന് പറയുന്ന ഒരു സിനിമ അഭിപ്രായം വരുന്നത് വലിയ കാര്യമാണ്. അപ്പം ഇപ്പം തിയേറ്ററിൽ വരുന്ന ആൾക്കാർ തന്നെ എനിക്ക് തോന്നുന്നു വേർഡ് ഓഫ് മൗത്തിലൂടെ വന്ന ആൾക്കാരാണ് കൂടുതലും. ഒരു 90% ആൾക്കാരും സിനിമ കണ്ട് അഭിപ്രായം കേട്ട് അറിഞ്ഞു വരുന്ന ആൾക്കാരാണ്. റിവ്യൂസ് ആയിക്കോട്ടെ, ക്രിറ്റിക്സ് ആയിക്കോട്ടെ, നമുക്ക് ഇതുവരെ വന്ന റിവ്യൂസ് എല്ലാം തന്നെ ആരും ഒരാളും തന്നെ മോശം എന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ വലിയ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ എടുത്തൊരു എഫേർട്ടിന്, അല്ലെങ്കിൽ ഇവരെല്ലാവരുടെയും ഒരു ടീം എഫേർട്ടാണ്, ഒരു കളക്റ്റീവ് ആയിട്ടുള്ള എഫേർട്ടാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു. എന്താ ചേച്ചി പോയി ഒരുപാട് സന്തോഷമുണ്ട്. സിനിമയ്ക്ക് നല്ല ഒരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല റിവ്യൂസാണ്. ഇതിലെയും ഷോസൊക്കെ നന്നായിട്ട് പോയി, ഇന്നും നന്നായിട്ട് പോകുമ്പോൾ അങ്ങനെ എടുത്ത അറ്റംപ്റ്റ് നന്നായി വന്നു. പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അതിന് ഒരുപാട് പ്രേക്ഷകരോട് നന്ദിയുണ്ട്. താങ്ക്സ്. കുറച്ച് വോളിയം കൂട്ടി വെക്കാൻ. എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ബീങ് ഹിയർ. സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത്യാവശ്യം നല്ല ഓക്യുപ്പൻസി ഉണ്ട്. കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ നിങ്ങളാണ് എത്തിക്കേണ്ടത്. സോ എല്ലായിടത്തും നല്ല ഒപ്പീനിയൻ പറയാം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ. താങ്ക് യു. നമസ്കാരം. ഇന്ദ്രനീൽ പറഞ്ഞതിൻ്റെ തന്നെ ഇനിയും പറയാനുള്ളൂ. ഇന്നലെ ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോൾ ഒക്യുപ്പൻസിനേക്കാളൊക്കെ കൂടുതൽ ഒരുപാട് പേര് കണ്ട് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയച്ചതിലൊക്കെ തന്നെ ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ അറ്റ്ലീസ്റ്റ് ഒരു വാച്ചബിൾ എന്നുള്ള ലെവലിലെങ്കിലും എല്ലാവരും മിനിമം പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ കണ്ടവർ അവിടുത്തെ ഷോസ് ഹൗസ്ഫുള്ളായിരുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അവിടെ നല്ല റെസ്പോൺസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ കണ്ട് ഇവിടെയുള്ളൊരു വേർഡ് ഓഫ് മൗത്ത് ആണല്ലോ പൊതുവെ അങ്ങോട്ട് സ്പ്രെഡായി അവിടെ ഫുള്ളാവാൻ സഹായിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ നല്ലൊരു അഭിപ്രായമുണ്ട്. സോ ഹാപ്പി. എല്ലാവർക്കും നമസ്കാരം.
കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളൊക്കെ ഡീസൻറ്റ് വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സോഫിയാൻ്റെ ധൈര്യത്തെക്കുറിച്ച് അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. നല്ല ബുക്കിങ്സൊക്കെ നന്നായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സ്ക്രീൻ പ്ലേസും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധ്യാൻ എക്സൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ തിയേറ്ററിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും കാണാത്തവർ തിയേറ്ററിൽ തന്നെ സിനിമ കാണാമെന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം തിയേറ്റർ വാച്ച് തന്നെ ചെയ്തെടുത്തേക്കുന്ന സിനിമയാണ്. അത്രയും ക്വാളിറ്റി ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന റിവ്യൂസും ഫീഡ്ബാക്കും എന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഇന്നാൾ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമയും നല്ല രീതിയിൽ വരാനായിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വേർഡ് ഓഫ് മൗത്തിൽ കൂടിയാണ് കുറച്ചും കൂടി ആളുകളിലേക്ക് ഇപ്പോൾ സിനിമയുടെ റിവ്യൂസും ഫീഡ്ബാക്സ് ഒക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല കാര്യമാണ്. നല്ല സിനിമയാണെന്ന് കണ്ട അഭിപ്രായം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ തിയേറ്ററിലേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കാണാത്തവർ തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. താങ്ക് യു. ഹായ് ഓൾ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ പ്രോജക്റ്റ് ഞാൻ അത്യാവശ്യം എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, ഞാൻ 1.5-2 വർഷത്തോളം എനിക്ക് ഗ്യാപ്പാണ്. മ്യൂസിക് ഡയറക്ഷൻ ബേസ് ഞാൻ വേറെ പടങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് വന്നൊരു പ്രോജക്റ്റായിരുന്നു. 2 കാര്യങ്ങളാണ് എന്നെ സംബന്ധിച്ച് ഈ പ്രോജക്റ്റ് എനിക്ക് ചെയ്യാൻ എന്നെ ഡ്രൈവ് ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന് ഓഫ് കോഴ്സ് വീക്കെൻഡിൻ്റെ പടമായതുകൊണ്ട്. സെക്കൻഡ്, എനിക്ക് ഇന്ദ്രനീല ഫസ്റ്റ് ഒരു ചെറിയൊരു കട്ട് എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് കാണാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള ടെക്നിക്കലി ബാക്കിയുള്ള വിഷ്വൽ സൈഡ് ഭയങ്കര ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവർക്ക് ഓൾറെഡി അവർ തന്നെ അവർ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ പടത്തിൻ്റെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ അവർ എന്ത് സൗണ്ട്സ്കേപ്പ് ആയിരുന്നു വേണ്ടതെന്നുള്ളത് അവർക്ക് ഭയങ്കര ഡെഫിനറ്റ് ആയിരുന്നു. ഈ കുറച്ച് റെട്രോ സീൻസ്. അപ്പം എന്നെ സംബന്ധിച്ചും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനമായിട്ട് ഈ പ്രോജക്റ്റിലേക്ക് ഇന്ന ഒരു ടെക്നീഷ്യനാണ് ഞാൻ. അവസാനമായിട്ട് ഫയൽസ് ഡെലിവർ ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ് ഞാൻ. അപ്പം മൊത്തത്തിൽ നന്നായിട്ട് വന്നു. എനിക്ക് പേഴ്സണലി മൊത്തം പ്രോജക്റ്റിൻ്റെ എല്ലാവരും നല്ലത് പറയുന്നുണ്ട്. പിന്നെ സ്കോറിനും നല്ല അഭിപ്രായം കിട്ടുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്. മൈക്ക് കൊടുക്കും. ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പേരിൽ പലപ്പോഴും ആരോപണം നേരിട്ടിട്ടുണ്ട്. ബാധ്യത നിറഞ്ഞ പ്രതികാരവും പകരം വീട്ടിലും കണക്ക് തീർക്കലാണ് ഈ ചിത്രം. അങ്ങനെയൊന്നും ആക്കണ്ട. കഴിഞ്ഞ ചോദ്യം തെറ്റിദ്ധരിച്ചു. അല്ല അങ്ങനെയൊന്നും അങ്ങനെ പറഞ്ഞ പ്രതികാരമൊന്നുമില്ല. കാരണം ഇതിനെ തുടർന്ന് സിനിമകൾ വരുമല്ലോ. അപ്പൊ പിന്നെ ഇപ്പൊ വെറുതെ നമ്മൾ തീർമാനം വിട്ടിട്ട് കാര്യമില്ല. കാരണം സിനിമയാകുമ്പോൾ അത് ഓടും, ചിലത് ഓടാതെ പോവും. അപ്പൊ ഇത് ഒരു ഓൺഗോയിങ് പ്രോസസ് ആണല്ലോ. അപ്പൊ അതിനിടയിൽ ചില സിനിമകൾ ഓടും, ചില സിനിമകൾ, നമ്മുടെ കേസിൽ മിക്ക സിനിമകളും ഓടാതെ പോകുന്നു, ചില സിനിമകൾ ഇടയ്ക്ക് ഓടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതികാരമൊന്നുമില്ല. ഒരു സിനിമ ഒങ്കിലും ഓടിയല്ലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കെടുക്കുന്നു മാത്രം. കാരണം ഇനി വരാനിരിക്കുന്ന പല സിനിമകളും ഓടണമെന്നില്ല, അല്ലെങ്കിൽ ചിലത് ഓടാം. മുൻകൂർ ഓടും. അല്ല ചുമ്മാ അല്ല അങ്ങനെയല്ല. ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന അനുഭവങ്ങളാണല്ലോ. കേക്ക് മുറിക്കുക, സക്സസ് സെലിബ്രേഷൻ, സക്സസ് പ്രസ് മീറ്റുകൾ. ഇപ്പൊ അടുത്ത് പ്രിൻസിന്റെ സക്സസിന് വരാൻ പറ്റി, അതിനെ തുടർന്ന് വീണ്ടും ഒരു കുഞ്ഞു സക്സസ്. അപ്പോൾ എന്തായാലും സന്തോഷം, ഇത്രയേ ഉള്ളൂ. അതെ, താങ്ക് യു. കണ്ടിട്ടുണ്ടോ ചേച്ചി? അറിയില്ല, നല്ല ബേസിൽ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല. അത് എന്നോടല്ല, നിങ്ങൾ തന്നെ പറയണം. ബേസിക്കലി ഒരു ക്രീപ്പിനെസ് നമ്മുടെ കില്ലിന് വേണം തോന്നി. അപ്പോൾ അതിൽ പണ്ട് 90 സെറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഷാർക്ക് എന്ന് പറഞ്ഞൊരു കോമൺ സംഭവം കില്ലിന് കൊടുക്കാന്നേ ഉള്ളൂ. അല്ലാതെ അത് ഷിപ്പുമായിട്ട് അല്ലെങ്കിൽ റോഷാക്കായിട്ട് അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഗ്രാമത്തിൽ നമുക്ക് ബേസിക്കായിട്ട് കിട്ടാവുന്ന ഒരു സാധനമാണ് ഈ ഷാക്കിൻ്റെ ഒരു കഷ്ണം. സോ അത് കില്ലിന് കൊടുത്തതേ ഉള്ളൂ. നമുക്ക് ആദ്യം
ഇതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. സോ ആദ്യം നമ്മൾ സീനിയർ ആക്ടറിനെയൊക്കെ ആയിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്. പക്ഷേ ഫൈനലി സ്ക്രിപ്റ്റ് കുറേ ചേഞ്ചസ് വരുത്തിയപ്പോൾ ധ്യാൻ ചേട്ടൻ ടൈലർ മെയ്ഡായിട്ട് തോന്നി. ധ്യാൻ ചേട്ടനെ അപ്രോച്ച് ചെയ്തു, പുള്ളി ഓക്കെ പറഞ്ഞു. ഏതാ കിടപിടിക്കരുത്, അത്തരം ഇതൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവസാനത്തെ ഇതിൽ പറഞ്ഞു വരുമ്പോൾ ഇതിൽ ശരിക്കുള്ള നായകൻ സിജുചേട്ടനാണ്. എന്താ ഈ പേര് മാത്രമേ ഉജ്ജ്വലെന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കഥയുടെ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഈ ഇതിലെ കില്ലർ അല്ലെങ്കിൽ പറയുന്ന ചാക്ക് ധരിച്ചിട്ടുള്ള ആളെ അടിക്കുന്നതും ഒക്കെ സിജുചേട്ടനാണ്. അടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സിജുചേട്ടനാണ്. നമുക്കത് ട്രെയിലറിൽ കണ്ടാൽ മനസ്സിലാവും. സാധാരണ നായകനാണല്ലോ ശക്തി മാത്രമേ ഉള്ളൂ, ബുദ്ധി അല്ലല്ല, ശാരീരികമായിട്ട് എനിക്ക് നേരിടാനുള്ള ഇതില്ല, കായികമായിട്ട് ഒരാളെ നേരിടാനുള്ള ഇതില്ല. അതിനു വേണ്ടിയിട്ട് സിജുചേട്ടൻ. അപ്പം സ്വാഭാവികമായിട്ടും നായകനാണ് വില്ലനെ പിടിക്കുന്നതും അതേ നായകൻ തന്നെയാണ് വില്ലനെ അടിച്ച് ഒതുക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ സിജുചേട്ടനാണ് ഇവിടുത്തെ നായകൻ. രണ്ട് എക്സ്പീരിയൻസ് ആണ്. സിനിമയിലെ കഥാപാത്രമല്ല. ഇപ്പോൾ ധ്യാനാണെങ്കിൽ ഇന്റർവ്യൂവിൽ ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട്, ഇന്റർവ്യൂവില് തമാശകൾ സിനിമയിൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇന്റർവ്യൂ ഇസ് ഡിഫറെന്റ്, സിനിമയിലെ കഥാപാത്രം ഇസ് ഡിഫറെന്റ്. അപ്പോൾ അവിടെ ഒന്നും കാരണം ഇതിനിടയിൽ കുറെ പേര് ഇത് ഭയങ്കര കോമഡി പടമാണെന്ന് വിചാരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ഇതൊരു നാട്ടുമ്പുറത്തുള്ള സീരിയൽ കില്ലിങ്ങും, കാരണം കുറച്ച് 1-2 പേരിലെ പറയുന്നത് കേട്ടു ഇതിൽ ഹ്യൂമർ ഒന്നുമില്ലല്ലോ, കോമഡി ഒന്നുമില്ല. നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം. അതിൽ കുറച്ച് കാരിക്കച്ചറീസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. കാരണം ഇതൊരു കോമഡി പടമല്ല. ഒരു പോയതിനു ശേഷം സെക്കൻഡ് ഹാഫൊക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ്. അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നി. അത്ര അല്ല, എന്നെ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ്. അപ്പൊ അവരോട് ചോദിക്കണം. എനിക്ക് എല്ലാ റോളും ഒരുപോലെയല്ലേ. എടാ ധ്യാൻ ചേട്ടൻ വിളിച്ചിട്ട് ഇവിടെ എത്തുമ്പോ ധ്യാൻ ഏതാ അതെ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും ഇല്ല. നീ അല്ലല്ല, അവൻ ചോദിച്ചാൽ കറക്റ്റല്ലേ. അല്ല, എനിക്ക് അങ്ങനെ സത്യമായിട്ടും, കാരണം ഇങ്ങനൊരു സിനിമ ഒരു കഥ വരുമ്പോൾ അവർ വളരെ പാഷനേറ്റ് ആയിട്ട് അവർ വിസ്ലിംഗ് വുഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആസ് ആക്ടർ. ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക, അവരുടെ ഒരു കൺവിക്ഷനോട് നിൽക്കുക. അപ്പൊ അവരുടെ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ 2 ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ ന്യൂ ഏജ് അവർ പുതിയ ഡയറക്ടേഴ്സാണ്. അപ്പൊ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസും വല്ലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ പേഴ്സണലിനോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇനി വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ. ഞാൻ മേ ബി സംവിധാനമൊക്കെ ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിലാണ് എനിക്ക് ലവ് ആക്ഷനൊക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടം ഇറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലടേ. ഈ സക്സസും ഈ പറയുന്ന പോലെ 2 ആഴ്ചക്കപ്പുറം ഈ സക്സസ് ഒന്നുമില്ല. അപ്പം പടം ഓടുക, ആത്യന്തികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. ഓടിയാൽ സന്തോഷം, ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു നടനുണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതേട്ടനായിരുന്നു. അത് പ്രൂവ് ചെയ്തത് വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. ഇപ്പൊ തുടരെ എല്ലാ പടത്തിലും ഞാന്റെ പടം ഞാൻ അഭിനയിച്ചുകൊണ്ട് ഈ പടം മോശമാവുന്നില്ല. പക്ഷെ ഞാൻ ഇത്തരം പടങ്ങൾ ചെയ്തു. ഞാൻ ചേട്ടന് ഒരു പേഴ്സണലി പടം എന്താണ് പേഴ്സണലി ഒരു പടം എത്ര പടം ആക്ടിങ് ചെയ്തിട്ട് ഒരു ആക്ടിങ്ങിനോട് പാഷൻ തോന്നാത്തതിന്റെ കാരണം എന്താണ്? അല്ല, എനിക്ക് പണ്ട് മുതലേ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല. അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ
വരാനുള്ളൊരു സാധ്യത. എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് തന്നെ ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയതും. അപ്പോൾ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ. പിന്നെ തിര ചെയ്തു. തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമായണം ബേസിലിന്റെ സിനിമ ആയതുകൊണ്ട് ചെയ്തു. കപ്പ്യാര് അജു നീരജ് ഉള്ളത് കൊണ്ട് ചെയ്തു. ഒരേ മുഖം സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു. പിന്നെ ഗൂഢാലോചന അതേപോലെ അജുവും ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമകളൊക്കെ ഉണ്ടായത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ്. അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി. പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ ഒക്കെ. അപ്പൊ എനിക്ക് പണ്ട് മുതലേ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ അടുത്ത് നല്ലത് വരുമ്പോൾ, നല്ല കഥകൾ വരുമ്പോൾ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ലത് ഇപ്പൊ ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു, ഉജ്ജ്വലൻ വന്നു, നാളെ ഒരു നല്ലതൊരെണ്ണം ആരെങ്കിലും എഴുതി. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ്. അപ്പം അത് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത്, കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും. ആദ്യം ചിലപ്പോൾ എനിക്ക് വരുന്ന കഥകൾ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത്. ആദ്യം അവർ ആലോചിക്കുക ദുൽഖറിന് ചെയ്യാൻ വേണ്ടിയായിരിക്കും. പിന്നെ അത് താഴോട്ടെത്തി ആരും ചെയ്യാതെ വരുമ്പോൾ നമ്മളിലേക്ക് എത്തും. നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും. അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും, സുഹൃത്തുക്കളായിരിക്കും, നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയേറ്റുകളായിരിക്കും. അപ്പൊ അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ടൊരു കരിയർ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്തു. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചീൻ്റെ ഒരു ബാനറിലൊരു സിനിമ വരുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനൊരു സിനിമ, കാരണം ആദ്യമായിട്ടൊരു യൂണിവേഴ്സിലൊരു സിനിമ വരുന്നു, അപ്പോൾ അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എൻ്റെ അടുത്ത് പറഞ്ഞ, ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്തത്, ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത്. പക്ഷെ ഇവര് ഞാൻ നിരന്തരമായ ഫോണിലൂടെയും സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട്, അപ്പോൾ ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ നന്നായി അഭിനയിച്ചു എന്ന് എന്നോട് കുറെ പേര് എന്നോട് വിളിച്ചു പറഞ്ഞു, നന്നായി ചെയ്തു, അല്ല നല്ല രസമുണ്ട് കാണാൻ സിനിമയിൽ. അതിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ സംവിധായകർക്കുള്ളതാണ്. കാരണം അവരെന്നെ അത്രമാത്രം ട്രസ്റ്റ് ചെയ്തതിനപ്പുറം എന്നെ അതിന് മാത്രം ഇൻവോൾവ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നമുക്ക് ഇൻവോൾവ്മെന്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് നമുക്കിനി കൂടുതൽ ചെയ്യണം, ഇത് നന്നാക്കണം എന്നുള്ളൊരു സാധനം. ഇത് പലപ്പോഴും നമ്മൾ പല സംവിധായകരുടെ കേസിൽ കാണാത്തത് കൊണ്ട് ചില സിനിമകൾ, പിന്നെ അതിഥിയുമായിട്ട് കഥ നന്നാവണം, സിനിമ നന്നാവണം, ഓവറോൾ നന്നാവണം. ഇത് എല്ലാ ക്രെഡിറ്റും നമ്മുടെ അഭിനയം അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇതിന് എന്താ പറയുക നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ കാരണം ക്രെഡിറ്റ് മൊത്തം നമ്മുടെ സംവിധായകർക്ക് തന്നെ.